ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഇന്നിവിടെ നിങ്ങൾക്കുമ്മ ഷെയർ ചെയ്യുന്നത് മണി മാനേജ്മെൻറ്റിനെ കുറിച്ചാണ്. ഓക്കെ, മണി മാനേജ്മെൻറ്റ് പറയാനുള്ള പ്രധാന റീസൺ എന്ന് പറയുന്നത്, ഇപ്പം നിങ്ങളിപ്പം ഒരു 90% നിങ്ങൾ ട്രേഡ് ചെയ്ത് വിജയിക്കുന്നുണ്ട് എങ്കിൽ പോലും മണി മാനേജ്മെൻറ്റ് നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾ നല്ലൊരു ട്രേഡർ ആണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഓക്കെ, അതായത് നിങ്ങൾക്ക് എല്ലാ ട്രേഡിങ്ങിലും നല്ല വിജയമുണ്ട്. നിങ്ങൾക്ക് നല്ലോണം ട്രേഡ് ചെയ്ത് നിങ്ങൾക്ക് മണി ഏൺ ചെയ്യാൻ പറ്റുന്നുണ്ട്. പക്ഷേ മണി മാനേജ്മെൻറ്റ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നില്ല. ഓക്കെ, അത് നിങ്ങളുടെ ഒരു വലിയൊരു നഷ്ടം തന്നെയാണ്. അതായത് നിങ്ങളുടെ ക്യാപിറ്റൽ അത് വളരെ നഷ്ടങ്ങളിലേക്ക് കൊണ്ടെത്തിക്കും. മണി മാനേജ്മെൻറ്റ് നിങ്ങൾക്ക് നേരെ ചൊവ്വേ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അതായത് മണി മാനേജ്മെൻറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ ക്യാപിറ്റൽ നിലനിർത്തിക്കൊണ്ട് നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാം, എങ്ങനെ ആ ലോസിൽ നിന്നും രക്ഷപ്പെടാം എന്നതാണ് പ്രധാനപ്പെട്ട അതിൻ്റെ ഉദ്ദേശം. അതായത് മണി മാനേജ്മെൻറ്റ് പലതരത്തിലുണ്ട്. ഇത് ട്രേഡിങ്ങിലൊക്കെ വരുമ്പോഴാണ്. ഓക്കെ, അതിൽ റിസ്ക് മാനേജ്മെൻറ്റ് ഉണ്ട്, മണി മാനേജ്മെൻറ്റ് ഉണ്ട്. നമുക്ക് റിസ്ക് മാനേജ്മെൻറ്റ് ഉള്ളവർക്ക് ക്യാപിറ്റൽ എത്ര വേണേലും ഉള്ളവർക്ക് റിസ്ക് മാനേജ്മെൻറ്റ് എടുത്തിട്ട് നിങ്ങൾക്ക് എന്താ പറയുക, ചെറിയ ഷെയർ ഇട്ടിട്ട് ലോസ് നിങ്ങൾക്ക് പരമാവധി നികത്തി പോകാൻ പറ്റും. ഓക്കെ, അതല്ലാതെ നിങ്ങൾക്കൊരു മണി മാനേജ്മെൻറ്റ് കീപ്പ് ചെയ്ത് നിങ്ങൾക്കൊരു കൺസിസ്റ്റൻ്റ് എമൗണ്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഒരു മണി മാനേജ്മെൻറ്റ് ഫോളോ ചെയ്തേ പറ്റത്തുള്ളൂ. അതല്ലെങ്കിൽ നിങ്ങൾ എന്താ പറയുക, ട്രേഡ് ചെയ്ത് പൈസ ഉണ്ടാക്കും. ഇന്നൊരു 2 ദിവസം നിങ്ങൾ ട്രേഡ് അടുപ്പിച്ചൊരു ഡെയിലി ഒരു 5000 ഉണ്ടാക്കി. ഓക്കെ, നിങ്ങൾ നല്ലൊരു ട്രേഡറാണ്, ഒരു പ്രൊഫഷണൽ ട്രേഡറാണ്. പക്ഷേങ്കിൽ മണി മാനേജ്മെൻറ്റ് ഇല്ലെങ്കിൽ നിങ്ങൾ 2 ദിവസം കഴിഞ്ഞാൽ ആ എമൗണ്ട് നിങ്ങൾ കൊണ്ട് കളയും. അതാണ് മണി മാനേജ്മെൻറ്റിൻ്റെ പ്രത്യേകത. അതായത് നിങ്ങൾ ഇന്നൊരു 1000 രൂപയ്ക്ക് ട്രേഡ് ചെയ്ത് ആ ലോസ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ മൈൻഡ് ഓവർകം ചെയ്തോ അല്ല മറ്റ് രീതിയിലുള്ള ഡിപ്രസ്ഡ് ആയോ, ഓക്കെ, നിങ്ങളെ ക്യാപിറ്റൽ കളയത്തക്ക രീതിയിൽ ഓവർ ട്രേഡിങ് ചെയ്ത് അല്ലെങ്കിൽ 2x ഡബിൾ ഇട്ട് എമൗണ്ട് കളയരുത്. ഓക്കെ, നിങ്ങൾ ഒരു തോൽവി സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സ് തീർച്ചയായും ഡിപ്രസ്ഡ് ആയിരിക്കും. ആ ഡിപ്രസ്ഡ് മറികടക്കാൻ അല്ലെങ്കിൽ ആ ലോസ് മറികടക്കാൻ വേണ്ടി നിങ്ങൾ വീണ്ടും ഓവർകം ചെയ്തുകൊണ്ട് ഓവർ ട്രേഡ് ചെയ്തു വീണ്ടും ലോസിലേക്ക് പോകും. ക്യാപിറ്റൽ അങ്ങനെ ഒരു 50% ക്യാപിറ്റൽ ലോസ് ആവാനുള്ള സാധ്യത കൂടുതലാണ് മണി മാനേജ്മെൻറ്റ് ഇല്ലെങ്കിൽ. അതുപോലെ തന്നെ ട്രേഡിങ്ങിൽ നിങ്ങൾക്ക് വിജയിക്കാനും മണി മാനേജ്മെൻറ്റ് കഴിയത്തില്ല. ഓക്കെ, അതായത് ഞാൻ ഇവിടെ ഇപ്പം ജസ്റ്റ് കാണിച്ചു തരാം. അതായത് നിങ്ങളിവിടെ ഒരു 80 രൂപ നിങ്ങൾ ട്രേഡ് ചെയ്യാൻ ഇട്ടെന്ന് വെച്ചു. ഓക്കെ, 80 രൂപ ട്രേഡ് ചെയ്യാൻ ഇട്ടെങ്കിൽ ആ 80 രൂപ അവിടെ ലോസായി. ഓക്കെ, അവിടെ ലോസ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നെക്സ്റ്റ് ഇടുക എന്തായിരിക്കും, ആ 80 രൂപ എത്രയും പെട്ടെന്ന് കിട്ടണം എന്ന രീതിയിൽ എത്ര ഇടും, അതിൻ്റെ ഡബിൾ നിങ്ങളിടും. ഓക്കെ, അതായത് അതാണ് റിസ്ക് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. റിസ്ക് മാനേജ്മെൻറ്റ് അതാണ്. അപ്പോൾ നിങ്ങൾക്ക് അവിടെ ലോസ് നികത്തിപ്പോകാൻ പറ്റും. ഒരുപക്ഷെ നിങ്ങൾക്ക് അവിടെ 180 രൂപ ലോസായെന്ന് വെച്ചോ, നിങ്ങൾ വീണ്ടും നെക്സ്റ്റ് അതിന് ഡബിൾ ഇടും, പക്ഷെ അത് ലോസാവും. നിങ്ങളുടെ ക്യാപിറ്റൽ അനുസരിച്ച് വേണം നിങ്ങൾ റിസ്ക് മാനേജ്മെൻറ്റ് ചെയ്യാൻ. ഒരിക്കലും റിസ്ക് മാനേജ്മെൻറ്റ് നിങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകരുത്. നിങ്ങൾ മണി മാനേജ്മെൻറ്റ് ചെയ്ത് മുന്നോട്ട് പോകുക. അതായത് ഒരിക്കലും റിസ്ക് ട്രേഡിങ് എടുക്കരുത്. നിങ്ങൾക്ക് ഇപ്പം ഒരു 1000 രൂപ ലോസ് ആയെങ്കിൽ നിങ്ങൾ നെക്സ്റ്റ് സെയിം എമൗണ്ട് തന്നെ വെച്ച് നിങ്ങൾ ചെയ്യുക. അതാണ് പ്രധാനപ്പെട്ട ഒരു റീസൺ പറയുന്നത്. ഒരിക്കലും ഡബിൾ എമൗണ്ട് ഇട്ട് ഓവർകം ചെയ്തു പോകരുത്. നിങ്ങൾ ട്രേഡിങ്ങിൽ ഇറങ്ങുമ്പോൾ നിങ്ങളുടെ മനസ്സ് നിങ്ങളുടെ കയ്യിൽ തന്നെ വേണം. ഒരിക്കലും ഓവർ ട്രേഡിങ് ചെയ്യരുത്. എത്ര വലിയ പ്രൊഫഷണൽസ് ആണെന്ന് പറഞ്ഞാലും മണി മാനേജ്മെൻറ്റ് നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ട്രേഡിങ് വിജയിക്കാൻ പറ്റില്ല. ഓക്കെ, ഞാനിപ്പോൾ ഇവിടെ ഇട്ടത് വിജയിച്ചു. അതുപോലെ പിന്നെ നിങ്ങൾക്ക് നല്ല ക്യാപിറ്റൽ ഉണ്ട്, നിങ്ങൾക്ക് റിസ്ക് മാനേജ് എടുക്കാൻ കുഴപ്പമില്ല എന്നൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ചെയ്ത് പോവാം. ഓക്കെ, പക്ഷേങ്കിൽ ക്യാപിറ്റൽ നിങ്ങൾക്ക് ഒരിക്കലും ലോസ് ആകരുത്. അത് ലോസ് ആകുവാണെങ്കിൽ നിങ്ങളുടെ മണി മാനേജ്മെൻറ്റ് പ്രശ്നമാണ്. അതായത് നിങ്ങളിപ്പോൾ ഇന്നൊരു 80 രൂപ ഇട്ട് അത് ലോസായി, അല്ലെങ്കിൽ ഇന്നൊരു 2000 ഇട്ട് നിങ്ങൾക്ക് വിജയിക്കാൻ പറ്റി. ഒരു ദിവസം നിങ്ങൾക്ക് ഒരു 5000 രൂപ നിങ്ങൾക്ക് വിജയിക്കാൻ പറ്റി. പിറ്റേന്ന് അതുപോലെ കിട്ടും. അതായത് പിറ്റേന്ന് നിങ്ങൾക്ക് 2000 ലോസായി. പക്ഷേ നിങ്ങളുടെ മനസ്സിലുള്ളത് 5000 രൂപ ഉണ്ടാക്കുക എന്നാണ്. നിങ്ങൾ വീണ്ടും പെട്ടെന്ന് 5000 രൂപ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വീണ്ടും അതിനെ ഡബിൾ ട്രേഡ് ചെയ്യും, ലോസാവും. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. ഓക്കെ, നിങ്ങൾ പതുക്കെ ക്ഷമയോടെ എടുത്ത് ആ എമൗണ്ട് ചെറിയ എമൗണ്ട് ഇട്ട്, അത് ക്യാപിറ്റൽ ലോസ് ആവാതെ ചെറിയ എമൗണ്ട് ഇട്ട് ആ എമൗണ്ട് എങ്ങനെ റിക്കവർ ചെയ്യാൻ നോക്കണം. ഇതിപ്പോൾ എനിക്കും സംഭവിച്ചിട്ടുണ്ട്. ഞാൻ ഫസ്റ്റ് ട്രേഡിങ് ഞാൻ തുടങ്ങിയ സമയത്തൊക്കെ ഞാൻ മണി മാനേജ് എന്താണെന്ന് എനിക്കും അറിയത്തില്ല. ഓക്കെ, അതെല്ലാം നമ്മൾ സ്വന്തമായിട്ട് അത് എന്തുകൊണ്ട് വരുന്നു, ആ ലോസ് സംഭവിച്ചു, അവിടെ ലോസ് സംഭവിച്ചു, എൻ്റെ ക്യാപിറ്റൽ എങ്ങനെ പോയി എന്ന് നമ്മൾ നിരന്തരം ചിന്തിച്ച് അത് ചെയ്തെടുക്കണം.
പ്രധാനമായിട്ടും ഒരു ട്രേഡിങ് സ്കില്ലാണ്. ഓക്കെ, ആ സ്കില്ല് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോയാൽ നമുക്ക് തീർച്ചയായും ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ടൊരു എമൗണ്ട് നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റും. അല്ലാതെ ഓവർ ട്രേഡിങ്ങോ മറ്റ് പെട്ടെന്ന് ട്രേഡിങ് ഇറങ്ങിയിട്ട് ഒന്ന് പൈസ ഉണ്ടാക്കിയിട്ട് പോകണം, അല്ലെങ്കിൽ ഇന്നൊരു 1000 രൂപ ഇട്ടിട്ട് നാളെ ഒരു 5000 ഉണ്ടാക്കി പോകണം എന്ന ചിന്തയോടുകൂടി വരുന്നവരെല്ലാം ട്രേഡിങ്ങിൽ പരാജയപ്പെടുത്തുകയുള്ളൂ. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. ഓക്കെ, അക്കൗണ്ടിൽ ഒരു 10,000 രൂപ ഉണ്ട്, ഡെയിലി ഒരു 2000 വെച്ച് ഉണ്ടാക്കി ട്രേഡിങ് ചെയ്ത് പോവാം എന്ന രീതിയിൽ വരല്ലേ. ഓക്കെ, അങ്ങനെ നിങ്ങൾക്ക് ലോസ് സംഭവിക്കത്തേ ഉള്ളൂ. ഒരു ചെറിയ എമൗണ്ട് തുടങ്ങി നിങ്ങളൊരു എന്താ പറയുക ക്യാപിറ്റൽ കീപ്പ് ചെയ്ത് നല്ലൊരു പ്രോഫിറ്റ് ഡെയിലി ഉണ്ടാക്കിയിട്ട് നിങ്ങൾ പോകണം. അതല്ലാതെ ഇന്നൊരു 2000 ഉണ്ടാക്കി നാളെ ഒരു 5000 ഉണ്ടാക്കുന്ന രീതിയിൽ നിങ്ങൾ ഒരിക്കലും ചെയ്യരുത്. എപ്പോഴും മണിയെ മാനേജ് നിങ്ങളൊരു പേപ്പറിൽ എഴുതി റെഡിയാക്കി വെക്കുക. ഇന്ന് ഇത്ര പെർസെൻറ്റേജ് ക്യാപിറ്റൽ ഒരു മാക്സിമം ഒരു 5% അല്ലെങ്കിൽ 10% എടുത്ത് നിങ്ങൾ യൂസ് ആക്കാവും. ഓക്കെ, അത്രേ ചെയ്യത്തുള്ളൂ. എത്ര എമൗണ്ട് കൺസിസ്റ്റൻ്റ് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ട്രേഡ് ചെയ്യില്ല എന്നൊരു നിങ്ങൾ എന്താ പറയുക ജസ്റ്റ് റെഫറൽ പേപ്പറിൽ എഴുതിയോ അല്ലെങ്കിൽ ലാപ്പുണ്ടെങ്കിൽ അതിൽ ചെയ്ത് വെച്ചോ നിങ്ങൾ പോവുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു മണി മാനേജ്മെൻറ്റ് കീപ്പ് ചെയ്തൊക്കെ ഒരു നല്ലൊരു ട്രേഡർ ആയിട്ട് മുന്നോട്ട് പോകാൻ പറ്റും. ഓക്കെ, അതാണ്. അല്ലാതെ നിങ്ങൾ എത്ര കണ്ട് വിജയിച്ചാലും ഒരു മണി മാനേജ്മെൻറ്റ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും മണി നിങ്ങളുടെ കയ്യിൽ ഇരിക്കത്തില്ല. ഓക്കെ, അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ അടുത്ത ടോപ്പിക്ക് നെക്സ്റ്റ് വീഡിയോ വരാം. ഓക്കെ, താങ്ക് യു ഫ്രണ്ട്സ്.